നമ്മളിപ്പോൾ നിഷാദ് ബാഗിൽ വന്നിരിക്കുകയാണ് കേട്ടോ. 400 വർഷത്തിനോളം പഴക്കമുള്ള നിഷാദ് ബാഗിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് മുഗൾ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുഗൾ ചക്രവർത്തിമാർ പണിയിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കാണാനായി പോവുകയാണ്. ഇനി നമുക്ക് നിഷാദ് ബാഗിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാം. 1633 മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭാര്യ നൂർജഹാന്റെ മൂത്ത സഹോദരനായ ആസിഫ് ഖാനാണ് ഈ നിഷാദ് ബാഗ് ഇവിടെ പണി കഴിപ്പിച്ചത്. ദാൽ ലേക്കിന് ഈസ്റ്റേൺ സൈഡിലായി സബർവൻ മലനിരകളുടെ താഴെ ആയിട്ടാണ് 12 ടെറസുകളായി തിരിച്ച ഈ നിഷാദ് ബാഗ് അദ്ദേഹം പണികഴിപ്പിച്ചത്. ഇങ്ങനെ ഈ ടെറസ് കൾട്ടിവേഷൻ നടത്തുന്നത് ഈ ബാഗിന്റെ വാട്ടർ സപ്ലൈ സൗകര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ആസിഫ് ഖാൻ ഈ 1633 ഈ ഗാർഡന്റെ പണി പൂർത്തിയാക്കിയത് കാണാനായി ഷാജഹാൻ ചക്രവർത്തി ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ ഈ ഗാർഡന്റെ മനോഹാരിതയെക്കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുകയും ആസിഫ് ഖാനെ ഈ പ്രവൃത്തി ചെയ്ത ആസിഫ് ഖാനെ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്തു. 3 തവണ ഇത്തരത്തിൽ പുകഴ്ത്തിയിട്ടും ആസിഫ് ഖാൻ അതിൽ സന്തുഷ്ടനായി അല്ലെങ്കിൽ സന്തോഷവാനായി ഈ ഷാലിമാർ പൂന്തോട്ടം ഈ നിഷാദ് പൂന്തോട്ടം ഷാജഹാൻ ചക്രവർത്തിക്ക് കൈമാറുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ആസിഫ് ഖാൻ അതിൽ മൗനം പാലിച്ചു. ഇതിൽ കോപിഷ്ഠനായ ഷാജഹാൻ ചക്രവർത്തി ഷാലിമാർ ബാഗ് ദാൽ ലേക്കിന്റെ നോർത്തേൺ സൈഡിലുള്ള ഷാലിമാർ ബാഗിൽ നിന്നുമാണ് ഈ നിഷാദ് ബാഗിലേക്കുള്ള വാട്ടർ സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷാലിമാർ ബാഗിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ ഇവിടത്തേക്കുള്ളത് വിച്ഛേദിക്കുകയും ഇവിടുത്തെ പൂന്തോട്ടങ്ങളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കരിഞ്ഞ് ഡിസേർട്ട് പോലെ ആവുകയും ചെയ്തു. ഇതിൽ മനോവിഷമത്തിൽ ഇവിടെയുള്ള മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ആസിഫ് ഖാനെ കണ്ട വിഷമിച്ച അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ യാതൊരു ഉത്തരവും ഇല്ലാതെ തന്നെ ഷാലിമാർ ബാഗിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ പുനർനിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗാർഡനിലേക്ക് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ട ഈ ആസിഫ് ഖാൻ പെട്ടെന്ന് തന്നെ ആ വാട്ടർ സപ്ലൈ വിച്ഛേദിക്കാനായിട്ട് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. കാരണം ഷാജഹാൻ ചക്രവർത്തിയുടെ ഉത്തരവില്ലാതെ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്താൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അദ്ദേഹം ഭയപ്പെട്ടിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. എന്നാൽ ഇത് കേട്ട ഷാജഹാൻ ചക്രവർത്തി യാതൊരു ദേഷ്യഭാവവും കാണിക്കാതെ തന്നെ തൻ്റെ ഉടമസ്ഥന്റെ വിഷമഘട്ടത്തിൽ ഒരു യഥാർത്ഥ ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾ ചെയ്യുന്ന പ്രവൃത്തിയായി ഇതിനെ കാണുകയും അദ്ദേഹം ഷാലിമാർ ബാഗിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ ഈ തോട്ടത്തിലേക്ക് ഈ നിഷാദ് ബാഗിലേക്ക് പുനർനിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഈ നിഷാദ് ബാഗിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. അപ്പോൾ ഇവിടത്തേക്ക് വാട്ടർ സപ്ലൈയും അല്ലെങ്കിൽ ഈ ഗാർഡൻ്റെ പരിപാലനത്തിനൊക്കെ ആയിട്ട് ദീർഘചതുരാകൃതിയിലാണ് ഈ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. 12 ടെറസുകളിലായിട്ടാണ്. ഇതിൽ പ്രൈവറ്റ് പാർട്ടും പബ്ലിക് പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ പബ്ലിക് പാർട്ട് പൊതുജനങ്ങൾക്കെല്ലാം ഇവിടെ കാണാൻ പറ്റുമെങ്കിലും പ്രൈവറ്റ് പാർട്ടിലാണ് ഇവിടുത്തെ മുഗൾ രാജാക്കന്മാരെല്ലാം വരികയും അവിടെ വിശ്രമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സൗകര്യമുള്ളത്. ഇവിടുത്തെ ഒരു മുഗൾ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയുടെ ഫ്യൂണറലും ഇവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുഗൾ ഗാർഡൻസിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് നിഷാദ് ബാഗിനുള്ളത്. 46 ഏക്കറിലായി അഥവാ 19 ഹെക്ടറിലായാണ് ഈ നിഷാദ് ബാഗ് വ്യാപിച്ചു കിടക്കുന്നത്. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep. ഫ്രണ്ട്സ്, നമ്മളിപ്പം ഹസ്രത് ബാൽ മോസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദാൽ ലേക്കിൻ്റെ വേറൊരു ഭാഗത്താണ് ഹസ്രത് ബാൽ മോസ്ക് ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ മുടി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വർഷത്തിൽ ഒരു തവണയെ കാണിക്കുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലും കൂടിയാണ് ഇത് പുറത്ത് കാണിക്കുക എന്നാണ് പറയുന്നത്. അത് കാണാൻ കഴിയുന്നതൊക്കെ കരുതിയിട്ട് ഞാൻ വന്നത് കേട്ടോ.
പക്ഷേ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും എന്താണ് ആ ഒരു തിരുശേഷിപ്പുള്ള പള്ളി കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമായിട്ട് കാശ്മീർ വന്നിട്ട് ഹസ്രത്ബാൽ മോസ്ക് കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ ലേഡീസിന് കയറുകയാണെങ്കിൽ തലയിൽ ഒരു ഷോൾ ഇടണം, അത്രേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. പള്ളിയുടെ വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ധാരാളം ഷോപ്പുകളും ചെറിയ ചെറിയ സൊവനീർ ഷോപ്പുകളുണ്ട്. ഈ ഏരിയയിൽ അധികം മുസ്ലിംസിൻ്റെ വീടാണെന്നാണ് തോന്നുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ വരിക. മുസ്ലിംസിൻ്റെ പള്ളികളാണെങ്കിൽ അതിന് ചുറ്റും മുസ്ലിംസിൻ്റെ വീട്, പിന്നെ നമ്മുടെ ഹിന്ദുസോ ക്രിസ്ത്യൻസിൻ്റെയോ ഒക്കെ ചേർച്ചോ ടെമ്പിളൊക്കെ ആണെങ്കിൽ അതിന് ചുറ്റും അവരുടെ വീടുകൾ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പൊതുവേ ഒരു രീതി. അതുപോലെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി പെർമിറ്റഡ് ആൻഡ് നോട്ട് പെർമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീരിലുള്ള പ്രസിദ്ധമായ ഹസ്രത്ബാൽ മോസ്ക്, പ്രവാചകന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അകത്ത്. ഇതാണ് ഹസ്രത്ബാൽ മോസ്ക്. കാശ്മീരിലെ ഫേമസ് ആണ്. പ്രവാചകന്റെ മുടി അല്ലെങ്കിൽ ഒരു തിരുശേഷിപ്പ് ഏതെങ്കിലും ഒന്ന് അവശേഷിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മോസ്കാണ് ഇന്ത്യയിലുള്ളത്, ഈ ഹസ്രത്ബാൽ മോസ്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോസ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുടി പുറത്ത് കാണിക്കുള്ളൂ, പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് അനുവദിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ പോലുള്ള എന്തെങ്കിലും നബിദിനമോ പെരുന്നാളോ പോലുള്ള അവസ്ഥകളിലൊക്കെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. സ്നോ വൈറ്റ് മാർബിളിൽ നിർമ്മിച്ച ഒരു സൂഫി മോസ്കാണിത്. ഇത് 1623 മുഗൾ സുബേദാർ ആയിരുന്ന സാദിഖ് ഖാനാണ് നിർമ്മിച്ചത്. പിന്നീട് 1634 അന്നത്തെ എംപറർ ആയിരുന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് ഒരു പ്രയർ ഹാളായി മാറ്റിയത്. ഈ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ഒരു മോസ്കാണ് ഈ ഹസ്രത്ബാൽ മോസ്ക്. ദാൽ ലേക്കിന്റെ വെസ്റ്റേൺ സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള മോസ്കിന്റെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് 1968 1979 ഇടയിലാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ ഇവിടെ പ്രവേശനമുണ്ട്. ഈ മോസ്കിൽ നിന്ന് മുഹമ്മദ് നബിയുടെ താടിരോമങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് 1963 ഡിസംബർ 27 ഇവിടെ നിന്നും മോഷണം പോയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് എല്ലാം ഇവിടെ നടന്നിരുന്നു അതിൻ്റെ പേരിൽ. അങ്ങനെ സമഗ്രമായ അന്വേഷണങ്ങൾ ഒടുവിൽ 1964 ജനുവരി 4 തന്നെ അത് വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ടാണ് ആ തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഹസ്രത്ബാൽ മോസ്ക് വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ കുറച്ച് പേർക്ക് ലാൽ ചൗക്കിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും മാത്രം ഇവിടെ ഇറങ്ങി. അവർ ലാൽ ചൗക്കിൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അവർ വിളിച്ചു വരും. അപ്പോൾ ബാക്കി പോകാത്തവരൊക്കെ നേരെ ഹോട്ടലിലേക്ക് പോകുന്നത്. നാളെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. നാളെ ഞങ്ങൾ അമൃത്സറിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളിന്ന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. ടൈം പ്രശ്നമായിട്ട് കുറേ പോയി റൂമിൽ പോയി അറേഞ്ച് ചെയ്യാനൊക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാശ്മീർ ശ്രീനഗർ ടൗൺ അല്ലേ, സിറ്റി ടൂർ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നാളെ നമ്മൾ അമൃത്സറിലോട്ട് പോവുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യും. നമ്മൾ 9:30 മറ്റാണ് ഫ്ലൈറ്റ് കേട്ടോ. അത് 9 കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളും കൂടെ നാളെ കണ്ടിട്ട് മറ്റന്നാൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അവിടുന്ന് നമ്മൾ കേരളത്തിലോട്ട് വരികയാണ്.